ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പാഠഭാഗം കബ് തക് എന്നതാണ്. ഈ കവിത ആത്മബോധനത്തിന്റെയും സ്വാഭിമാനത്തിന്റെയും പ്രാധാന്യം വിളിച്ചോതുന്നു. സ്വന്തം വ്യക്തിത്വം തിരിച്ചറിയുന്നതിനും അവകാശങ്ങൾക്കായി പോരാടുന്നതിനും വിമോചനത്തിനായി ഒരു രക്ഷകന്റെ വരവിനായി കാത്തിരിക്കുന്നതിനും എതിരെ കവയിത്രി ശക്തമായി ചോദ്യങ്ങൾ ഉയർത്തുന്നു. മറ്റൊരാൾ എഴുതിയ ചരിത്രത്തിൽ സ്വന്തം പരാമർശമുണ്ടാകുമ്പോൾ സന്തോഷിക്കുന്നതിനെയും സ്വന്തം ദുരിതങ്ങൾ മാറ്റാൻ മറ്റൊരാൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നതിനെയും കവിത വിമർശിക്കുന്നു. ആത്മവിശ്വാസവും സ്വാഭിമാനവുമാണ് ഏറ്റവും വലുത് എന്നും ലോകം മാറിയെന്നും അതിനാൽ സ്വന്തം പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാൻ ആളുകൾ മാറണമെന്നും കവിത ഉദ്ബോധിപ്പിക്കുന്നു. വന്ദന ടെട്ടെയുടെ കബ് തക് എന്ന കവിതയുടെ മലയാള പരിഭാഷ നോക്കാം. ആദ്യ ഭാഗം. എത്ര കാലം നിങ്ങൾ നോക്കി നിൽക്കും സ്വന്തം തിരിച്ചറിവറിയുന്നതിന് മറ്റൊരാളുടെ മുഖത്തേക്ക്? എത്ര കാലം നിങ്ങൾ ആശ്രയിച്ചു കഴിയും ആരെങ്കിലും വന്ന് നിങ്ങൾക്കുവേണ്ടി പോരാടുന്നതിനായി? എത്ര കാലം നിങ്ങൾ സന്തോഷിക്കും അവരുടെ കഥകളിൽ നിങ്ങളുടെ പരാമർശം, അതായത് സംസാരമുള്ളതുകൊണ്ട്? നിങ്ങളുടെ ചരിത്രം നിങ്ങൾ എഴുതിയതല്ല, അയാൾ എഴുതിയതാണ്. രണ്ടാം ഭാഗം. എത്ര കാലം നിങ്ങൾ നോക്കിയിരിക്കും അവതാരങ്ങൾ വരുന്നതിനായി, നിങ്ങളുടെ മോചനം അഥവാ ഉദ്ധാരണം സംഭവിക്കുന്നതിനായി? എന്തിനാണ് ആരെങ്കിലും നിങ്ങളുടെ ദുരിതം പരിഹരിക്കുന്നത്? സ്വന്തം ദുരിതം വർദ്ധിപ്പിക്കാൻ വേണ്ടി. മൂന്നാം ഭാഗം. അതുകൊണ്ട് നിങ്ങൾ മാറൂ, കാരണം സമയം മാറിപ്പോയിരിക്കുന്നു. ഇപ്പോൾ ആരും നൽകില്ല സ്വന്തം ചോറുരുള, ആരും നൽകില്ല സ്വന്തം കവിൾ ത്യാഗം ചെയ്യാൻ, ആരും വയ്ക്കില്ല ചെരുപ്പ് സ്വന്തം തലയിൽ, അഥവാ ദുരിതം പേറില്ല, കാരണം ആത്മസമ്മാനത്തേക്കാൾ വലിയ ഒരു കാര്യവുമില്ല. കവയിത്രി വന്ദന ടെട്ടെ ഒരു ഇന്ത്യൻ എഴുത്തുകാരിയും കവയിത്രിയുമാണ്. ജന്മം 1969 സെപ്റ്റംബർ 13 ഝാർഖണ്ഡിലെ സിംഡേഗ ജില്ലയിലെ സാംടോലിയിലാണ് വന്ദന ടെട്ടെ ജനിച്ചത്. സാഹിത്യ സംഭാവനകൾ. അവർ എഴുതിയ ലേഖനങ്ങളും കവിതകളും കഥകളും ഹിന്ദിയിലും ഖടിയ ഭാഷയിലും പത്രമാസികകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ: കിസ്കാ രാജ് ഹേ, ആദിവാസി സാഹിത്യം, പരമ്പര ഓർ പ്രയോജൻ, ആദ്യം രാഗ്, കോൻ ജോഗ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ.